സർഗം കിച്ചണിൽ കപ്പ ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: പച്ചരി 200 ഗ്രാം പച്ചരിയും 1 കിലോ കപ്പയും കൂടി കുതിർത്ത് നല്ലവണ്ണം മിക്സിയിൽ അരച്ച് നല്ല മാവ് പരുവമായിട്ടുള്ളതാണ് ദോശമാവിന് വേണ്ടത്. മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ചില്ലി ഫ്ലേക്സ്, മൈദ, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം ദോശമാവ് എടുത്ത് അതിലേക്ക് ഒരു കഴുതൽ മൈദപ്പൊടി ചേർക്കണം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 നുള്ള് മഞ്ഞൾപ്പൊടി, കായപ്പൊടി 1 നുള്ള്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ദോശമാവ് പരുവത്തിൽ ഇത് നല്ലവണ്ണം ചേർത്ത് ഇളക്കണം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ആദ്യം ഗ്യാസ് ഓൺ ചെയ്യുക. ഫ്രൈ പാൻ വെച്ച് ദോശമാവ് അതിലേക്ക് ഒഴിക്കണം. നല്ല നൈസായി ഒന്ന് ചൂടായി വരുമ്പോൾ, തവി ഒന്ന് ചൂടാവുമ്പോൾ ദോശമാവ് അതിലേക്ക് പരത്തി വീഴ്ത്തണം. നല്ല കനം കുറച്ച് പരത്തണം. അതിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണ ഒരു നുള്ള് ഒഴിക്കണം. മൂടി വയ്ക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ അത് വെന്തുകൊള്ളും. അതിന് ശേഷം മറിച്ചിട്ട് ദോശമാവ് എടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ മൂടിയെടുത്ത് ഇതൊന്ന് മറച്ചിടണം. പൊട്ടാതെ മറിച്ച് ശ്രദ്ധിച്ചിടണം. മൂടി വയ്ക്കുക. 1 മിനിറ്റ് കഴിഞ്ഞാൽ കപ്പ ദോശ റെഡിയായി. നല്ല സ്വാദിഷ്ടമായ കപ്പ ദോശ റെഡി. കപ്പ ദോശ സാമ്പാറും ചട്നിയൊക്കെ വെച്ച് കൂട്ടി കഴിക്കാൻ നല്ല രുചിയാണ്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.